ഒരല്പസമയം ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ളൂ. ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ളപ്പോൾ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നോർത്ത് വേണം ഈ ഭൂമിയിൽ ജീവിക്കാൻ. ഇന്ന് കാണുന്ന ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. റെക്കമെൻഡ് ചെയ്യാൻ ആകെപ്പാടെ ഉള്ളത് ക്രിസ്തുവാണ്. ആ ക്രിസ്തു പറയാണ്, ഞാൻ നിന്നെ ഒരു കാലത്ത് അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ പരിപാടി തീർന്നില്ലേ? പകരം ക്രിസ്തു പറയാണ്, നിങ്ങൾ എന്നെ ഈ ലോകത്തിൽ ഏറ്റുപറയുന്നുവെങ്കിൽ ഞാൻ എന്റെ പിതാവിന്റെയും പിതാവിന്റെ ദൂതന്മാരുടെയും, അല്ലാതെ യേശു അല്ല പിതാവ്, പിതാവിന്റെയും പിതാവിന്റെ ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യും. ആത്മമണ്ഡലത്തിലുണ്ട് റെക്കമെൻഡേഷൻ. നിങ്ങൾ കോളേജിൽ പഠിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു പലരും അല്ലെ, അഡ്മിഷൻ കിട്ടാൻ അല്ലേ? പലരും പല കാര്യത്തിന് റെക്കമെൻഡ് ചെയ്യുന്നു അല്ലെ? ആത്മമണ്ഡലത്തിൽ ക്രിസ്തു പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നേ. ആരോട്? എന്റെ അപ്പനോട്. അതിന്റെ അർത്ഥം ഞാനാണ് അപ്പൻ എന്നാണോ? അല്ല, എന്റെ അപ്പൻ വേറെ, ഞാൻ വേറെ. ഞാൻ എന്റെ അപ്പനോട് റെക്കമെൻഡ് ചെയ്യും. ആരെ? മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ എന്റെ പിതാവിന്റെയും എന്റെ പിതാവിന്റെ ദൂതന്മാരുടെയും മുമ്പാകെ അവനെ ഞാൻ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ലജ്ജിച്ചാൽ ഞാൻ ലജ്ജിക്കും.